ബാംഗ്ലൂർ പഠിക്കാനായിട്ട് നല്ലൊരു കോളേജ് വേണം. അതേസമയത്ത് നമുക്ക് അത്ര ഫണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ഒരു പക്ഷേ കേരളത്തിൽ പഠിക്കുന്ന അതേ ഫണ്ട് കൊണ്ട് തന്നെ ബാംഗ്ലൂർ പഠിക്കാൻ പറ്റും സേഫ് ആയിട്ടുള്ള ഒരു കോളേജ് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, അതായത് നമുക്ക് ഇന്ന് കാണുന്നതിൽ ഇപ്പോൾ ഞാൻ കണ്ടതിലും നമ്മൾ പോയി വിസിറ്റ് ചെയ്തതിലും ഇപ്പോൾ കണ്ടൊരു കോളേജാണ് ഇലക്ട്രോണിക് സിറ്റി. ഇലക്ട്രോണിക് സിറ്റിയിൽ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ, അതായത് ബസ് കയറാൻ നിൽക്കുന്ന ടൗണിനോട് ചേർന്നിട്ട് തന്നെ ഉള്ളൊരു കോളേജാണ് SFS കോളേജ്. ഇതിൻ്റെ ഫുൾ ഫോം എന്നൊക്കെ പറഞ്ഞാൽ സെൻറ്റ് ഫ്രാൻസിസ് ദ സെയിൽസ് കോളേജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇവരുടെ സ്കൂളാണ് ശരിക്കും പറഞ്ഞ കാലങ്ങളായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂൾ നടത്തുന്നതാണ്. ഏകദേശം 10-12,000 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയിട്ടാണ് ഇതിൽ ഇവർ ഡിഗ്രി അല്ലെങ്കിൽ UG ആൻഡ് PG കോളേജ് കുറച്ച് കാലങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കർണാടക ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും കുട്ടികളെ ആക്സസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. അച്ഛന്മാരുടെ കോളേജാണ്. ഓക്കെ, അച്ഛന്മാരുടെ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജാണ്. അപ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ സാറിനെ നമ്മളുടെ ക്രൈസ്റ്റ് ഒക്കെ നടത്തുന്ന പോലെ തന്നെ വേറൊരു വിഭാഗം അച്ഛന്മാർ നടത്തുന്ന ഈ പറഞ്ഞ ഒരു കോളേജാണിത്. ഈ കോളേജിൽ സാറ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇക്കണോമിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞു. ഏതൊക്കെ കോഴ്സുകൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും ഈ കോളേജിൽ? അതായത് ഇവരുടെ മാനേജ്മെൻറ്റ് കൺവെൻഷണൽ പ്രോഗ്രാംസാണ് അധികവും ഉള്ളത്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ PG നോക്കുകയാണെങ്കിൽ MBA തുടങ്ങാം, അല്ലെങ്കിൽ BBA, BCom, BA സാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറവാണത് അല്ലേ? BA ഒരു മാത്സ് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് ക്വാണ്ടം കമ്പ്യൂട്ടിങ് അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ BA തന്നെ കുറേ സ്പെഷ്യാലിറ്റീസ് കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ BComലുണ്ട്, BBAയിലുണ്ട്, BCA ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. എൻജിനീയറിംഗ് ആസ്പെക്ട്സ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. സാർ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എക്കണോമിക്കൽ ഫീസിൽ, അതായത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന അതേ ഫീസിൽ ഒരു ഡൊണേഷനും കൊടുക്കാതെ, ഒരു ഡൊണേഷനും കൊടുക്കാതെ, മറ്റു ക്യാമ്പസിലൊക്കെ നമ്മൾ പലപ്പോഴും ഡൊണേഷൻസിനെ കുറിച്ചൊക്കെ ചർച്ചകൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡൊണേഷനും കൊടുക്കാതെ നമ്മുടെ അച്ഛന്മാർ വളരെ മിഷണറീസ് ആയിട്ടുള്ള, ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ ശരിക്കും പറഞ്ഞ ക്യാമ്പസ്, ഇൻ്റർനാഷണലി ക്യാമ്പസ് ഉള്ളൊരു കമ്മ്യൂണിറ്റി കൂടിയിട്ടാണ് SFS കമ്മ്യൂണിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണലി ഒത്തിരി യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്കൂളുകളും ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും, നമ്മൾ ആഫ്രിക്കയിൽ പോയില്ലേ, കെനിയയിൽ പോലും ഇവർക്കൊരു കോളേജ് ഉണ്ടെന്നുള്ളതാണ്, സ്കൂളുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിഷണറിയാണ്. പക്ഷേ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സാർ നേരത്തെ പറഞ്ഞ തന്നെയാണ് കാര്യം, ഏറ്റവും എക്കണോമിക്കൽ. അതായത് സാർ കേരളത്തിലെ ഫീസ് സ്ട്രക്ചറിലൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അതേപോലെ പഠിക്കാൻ പറ്റിയൊരു കോളേജാണ്. അപ്പം ബേസിക്കലി ഇത്രയും നല്ലൊരു കോളേജ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ബാംഗ്ലൂരിൻ്റെ എഡ്യൂക്കേഷനൊക്കെ നോക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അച്ഛന്മാർ നടത്തുന്ന സേഫ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ഒരു നല്ല ക്യാമ്പസ്, ഒരു കോളേജ് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ നമുക്ക് ഉണ്ടെന്നും അവിടെ തന്നെ ഇക്കോണമിക്കലായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഈ ഫെസിലിറ്റി, ഹോസ്റ്റൽ, അതുപോലെ തന്നെ ഫുഡ്, ഇതൊക്കെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പോൾ അവരുടെ ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ക്യാമ്പസ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലേഡീസിനുള്ള പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ അവർ സിസ്റ്റേഴ്സുമായിട്ട് തൊട്ടപ്പുറത്ത്, സാർ നമ്മൾ പറഞ്ഞില്ലേ ഇലക്ട്രോണിക്സ് മെട്രോ സ്റ്റേഷൻ നിയർ ബൈ നമ്മൾ ഇറങ്ങിയെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റൽസ് അവർ അച്ഛന്മാരായതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് വളരെ സേഫായിട്ട് തന്നെ സൗകര്യങ്ങളോടുകൂടി. അല്ല, അത് പലപ്പോഴും ഞാൻ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിൽ കണ്ടിട്ടുള്ളതാണ്. അവർ മിക്കവാറും ഈ പറഞ്ഞ ഗേൾസ് ഹോസ്റ്റല് ക്യാമ്പസ് തൊട്ട് പുറത്തായിരിക്കും. അത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരാണെങ്കിലും, ഇങ്ങനെ ക്രൈസ്റ്റിൻ്റെ പോലെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ആക്സെപ്റ്റഡ് സിസ്റ്റം തന്നെയാണ്. കുറച്ച് സേഫാണ് കുട്ടികൾക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സേഫായിട്ട് ബോയ്സിനെ ആണെങ്കിലും ഗേൾസിനെ ആണെങ്കിലും ബാംഗ്ലൂർ പോലത്തെ വലിയൊരു സിറ്റിയിൽ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കൺട്രോളിൽ നമുക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അറിയാത്ത കാരണം കുട്ടികൾ പലതും ഈ പറഞ്ഞ ബാംഗ്ലൂരിലേക്ക് ഈ കോളേജ് എത്തിപ്പെടാത്തത്. ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പല കുട്ടികളും ഇൻട്രസ്റ്റ് കാണിക്കാൻ വഴിയുണ്ടായിരുന്നു. അതായത് ഈ ഇൻഫർമേഷൻ ആർക്കും അറിയില്ല. ഈ വർഷം മുതലാണ് അവർ മറ്റു കുട്ടികളൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളാണ് അധികം പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾക്കല്ല, എല്ലാ സ്റ്റേറ്റിലെ കുട്ടികൾക്കും അവർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ നമുക്കും ആ ബാംഗ്ലൂരിൻ്റെ പ്ലേസ്മെൻറ്റ്സ് സൗകര്യങ്ങളും എല്ലാം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ഥലം കൂടിയിട്ടാണ്. അതെ, യെസ്, വെരി ഗുഡ്. Okay, thank you.